കാസർഗോഡ് തോയമ്മൽ പാടശേഖരത്തിൽ മഴവെള്ളം കെട്ടിക്കിടന്ന 10 ഏക്കറിൽ ഞാറുകൾ നശിച്ചു. അണക്കെട്ടിന്റെ പലയിളക്കി നെൽപ്പാടത്തെ വെള്ളം ഒഴുക്കിവിടുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി കർഷകർ ആരോപിച്ചു. കാഞ്ഞങ്ങാട് തോയമ്മൽ പാടശേഖരത്തിലെ 10 ഏക്കറിൽ നെൽകൃഷി ഇറക്കിയ കർഷകർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കാലം തെറ്റി പെയ്ത മഴ. വയലിൽ നിറഞ്ഞ മഴവെള്ളം അണക്കെട്ടിലേക്ക് വഴിതിരിച്ചുവിടാൻ അധികൃതർ തയ്യാറാവാത്തത് കാരണം ഒരാഴ്ച മുൻപ് നട്ട ഞാറുകൾ മുഴുവൻ ചീഞ്ഞളിഞ്ഞ നിലയിലായി. ഞാറുകൾ വെള്ളക്കെട്ടിലായ കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും നടപടികളില്ല. ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇത് വെള്ളം ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാരണം നമുക്കിപ്പോൾ ആ കൃഷി മൊത്തം നശിച്ചു. എത്ര ദിവസമായി ഇത് വെള്ളം കെട്ടിക്കിടക്കും? ഇതിപ്പോൾ 10-12 ദിവസമായി കെട്ടിക്കിടക്കുന്നത്. ഇതുവരെ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥന്മാരോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആരും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് അതിനോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും നമുക്ക് ചെയ്തു തരണം. എന്താ അവരെ ഭാഗത്തുണ്ടായ വീഴ്ച? അവരെ ഈ പല ഇടേണ്ട സ്ഥലത്ത് കറക്റ്റ് സമയത്ത് ഇളക്കിയില്ല. പല ഫുള്ള് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നു. മുട്ടക്കാല അണക്കെട്ടിൻ്റെ എടുക്കുന്നത് മഴ വന്നു, അതിൽ വെള്ളത്തിലെല്ലാം പോയി. പിന്നെ നഷ്ടമൊന്നും നമുക്കൊന്നും കിട്ടാനില്ല, നമുക്ക് കൊടുക്കലെന്നേ ഉള്ളൂ. എന്തിൻ്റെ ഇപ്പോൾ അവസ്ഥ? വെള്ളം കെട്ടിക്കുന്നുണ്ട്. വെള്ളം കെട്ടിക്കൊണ്ട് ഇപ്പോൾ ഇത് എല്ലാം ചീഞ്ഞ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ കിട്ടി അത്രേ ഉള്ളൂ. നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മുട്ടറക്കാൽ അണക്കെട്ടിലെ വെള്ളവും ഷട്ടറുകൾക്കിടയിലൂടെ പാടശേഖരത്തിലേക്ക് എത്തുന്നു. വെള്ളം കെട്ടിക്കിടന്ന് വയലിൽ പായലുകളും വന്നു തുടങ്ങി. തോയമൽ പ്രദേശത്തെ 10ഓളം കർഷക കുടുംബങ്ങളാണ് മുടക്കമില്ലാതെ ഇവിടെ നെൽകൃഷി നടത്തി വരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.